ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുക. അതുപോലെ ഒരു അനുഭവമാണ് എനിക്കൊരു കസ്റ്റമർ ഉണ്ടാക്കി തന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എന്നെക്കുറിച്ചിട്ട് സാരിയുടെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സോഫ്റ്റ് സിൽക്ക് സാരി, സെമി സിൽക്ക് സാരി, ആ തരത്തിലുള്ള കാറ്റഗറീസ് ആയിരുന്നു. പാർട്ടി വെയർ സാരീസ്, ഫംഗ്ഷൻ വെയർ സാരീസ് എന്നുള്ള ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചത്, എനിക്ക് സിമ്പിളായിട്ട് കാണുന്ന ഒരു സാരി വേണം, എന്നാൽ കാണുമ്പോൾ നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള സാരിയെക്കുറിച്ചിട്ട്. അങ്ങനെ ഒരു സാരിയെക്കുറിച്ച് തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടിയത്. എൻ്റെ വെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നും മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ അങ്ങനെ കിട്ടിയ സാരി കളക്ഷൻസ് ഞാൻ അവരെ കാണിക്കുകയും അവർ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട സാരി എടുക്കുകയും അവർക്കത് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അത് എനിക്കൊരു പുതിയ വഴിത്തിരിവായിരുന്നു എൻ്റെ ഈ ബിസിനസ് ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സാരിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. കാരണം ആൾക്കാർക്ക് മുഴുവൻ അങ്ങനെ പാർട്ടി വെയറോ അല്ലെങ്കിൽ കസ്റ്റമർ വെയറോ ഫംഗ്ഷൻ വെയറോ ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ റെഗുലർ വെയർ സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലേക്കായാലും അതല്ല പൊതുവെ നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ ആണെങ്കിലും നല്ലൊരു എലഗൻ ലുക്ക് തോന്നും വേണം. എന്നാൽ അങ്ങനെ ഒരു എടുത്തു കാണിക്കാത്ത വിധത്തിലുള്ള സാരികൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് എന്നെ പഠിപ്പിച്ച ഒരു കസ്റ്റമറാണ്. എന്തായാലും അങ്ങനെ ഒരു കസ്റ്റമർക്ക്, എനിക്ക് അങ്ങനെ ഒരു അറിവ് പകർന്നു നൽകിയ കസ്റ്റമർക്ക് 1000 നന്ദി. താങ്ക് യു സോ മച്ച്.